ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ ഒരു ഔട്ടിംഗ് പ്ലാൻ ചെയ്തിട്ടാണ്. ജസ്റ്റ് നെക്സസ് മാളിലൊക്കെ പോവുക, അവിടെ നിന്ന് ഫുഡ് കഴിക്കുക, തിരിച്ചു വരിക, അത്രേ ഉള്ളൂ. കുറേ നാളായിട്ട് പുറത്തോട്ടൊക്കെ പോയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് നെക്സസ് മാളിൻ്റെ ഫ്രണ്ട് പോർഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ റോഡുണ്ട്, അതിൽ ബസ്സിലൊക്കെ പോകുന്നതാണ്. അപ്പോൾ നമുക്കവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്, അവിടെ ഇരിക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ മാളിലൊക്കെ പോയി കഴിഞ്ഞിട്ട് വന്നിട്ട് ഇരിക്കുന്ന സമയമാണത്. അപ്പം ജസ്റ്റ് നിങ്ങളിതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് റോഡ് സൈഡ് വ്യൂ. ബാക്ക് സൈഡിലായിട്ട് അതിൻ്റെ ഫ്രണ്ടിലാണ് നെക്സസ് മാൾ. അപ്പോൾ നെക്സസ് മാളിൽ അവിടെ ഇങ്ങനെ റിമോട്ട് വെച്ച് കുട്ടികൾക്ക് ടോയ് കാർസൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളെ അതിൽ കയറ്റി ഇരുത്തി അവർ റൈഡ് ചെയ്യും. റിമോട്ടുമായിട്ട് അവർ പുറകെ നടക്കും, അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇന്നർ പോർഷനാണിത്, നെക്സസ് മാളിൻ്റെ അകത്ത്. അതിൻ്റെ പല ഫ്ലോറിലേക്കുള്ള വ്യൂ ആണിത്. എസ്കലേറ്ററിൻ്റെ സൈഡിലൂടെ ഒക്കെയുള്ളതാണ്. ജസ്റ്റ് ഞാൻ ചുമ്മാ റൗണ്ട് ഒരു ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തുന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് നല്ല വ്യൂസാണ്. ഞാൻ വിചാരിക്കുന്നത് സെക്കൻഡ് ഫ്ലോറിൽ നിന്നുള്ള വ്യൂ ആണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് പ്രോഗ്രാം എന്നുള്ളൊരു ഇടദിവസമാണ് പോയി. സൺഡേസൊക്കെ ആണെങ്കിൽ അവിടെ കൂടുതൽ പ്രോഗ്രാംസൊക്കെ സാധാരണ ഉണ്ടാകാറുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് വെനസ്ഡേ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ വെനസ്ഡേയിൽ പ്രത്യേകിച്ച് പ്രോഗ്രാം ഒന്നുമില്ല, ആൾക്കാരൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. അങ്ങനെയാണ്. ജസ്റ്റ് അവിടെയൊക്കെ പോയി കോറമംഗലമൊക്കെ അതിൽ നിന്ന് നടന്നിട്ട് വന്നു. ഞാനെങ്കിൽ അപ്പനും കൂടെയാണ് പോയത്. അങ്ങനെ പോയ ഒരു ഡേ ഔട്ടാണ് ഇത്. പിന്നെ വേറെ ഒരു ദിവസം പോയ ഒരു ഷൂട്ട് കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. അതായത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമുക്ക് അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് പോയതാണ്. അപ്പോൾ അവിടെ പുതിയതായിട്ട് റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ വെജിറ്റേറിയൻ സ്പെഷ്യലും ഉണ്ട്, നോൺ വെജിറ്റേറിയൻ ഉണ്ട്. ആദ്യമായിട്ട് വന്ന വെജിറ്റേറിയനാണ്. ഇത് നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. ഇതൊരു ആന്ധ്ര റെസ്റ്റോറൻറ്റാണ്. പക്ഷേ ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ് ഇവിടെ. ആംബിയൻസും വലിയ കുഴപ്പമില്ല, ഒരുപാട് ആളൊന്നുമില്ല. നമുക്ക് ഒരു നല്ലൊരു ആംബിയൻസ് നമുക്ക് ഫീൽ ചെയ്യും അവിടെ ഇരിക്കുമ്പം. ഈ ഒരു സിംഗിൾ സീറ്റ് എന്ന് പറയുന്നത് നമുക്ക് റോഡ് സൈഡ് വ്യൂ ആണ്. അകത്ത് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമുക്കിരിക്കും. അപ്പോൾ ഞാനും ജാക്കിനും കൂടെ സിംഗിൾ സീറ്റിൻ്റെ അവിടെ ഇരുന്ന് പുറത്തേക്കുള്ള വ്യൂ ഒക്കെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അകത്തേക്കുള്ള വ്യൂ, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സൊക്കെ. നമ്മൾ മേടിച്ചത് ബിരിയാണി, ഹൈദരാബാദി ബിരിയാണിയാണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു ആന്ധ്ര സ്റ്റൈൽ ബിരിയാണിയാണെന്ന് തോന്നുന്നു. പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു എന്തായാലും. റേറ്റ് ഒരല്പം കൂടുതൽ. ഇപ്പം ഗ്യാസിൻ്റെയൊക്കെ ദൗർലഭ്യം ഉള്ളത് കൊണ്ട് റേറ്റ് കുറച്ച് കൂടുതലാണ്. പിന്നെ ജാക്കുവിന് വെജിറ്റേറിയൻ ആയതുകൊണ്ട് എഗ്ഗ് കഴിക്കും. എഗ്ഗ് മിക്സഡ് നൂഡിൽസ് തന്നെയാണ് വെച്ച് ആയിട്ട്. പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു അത്. രണ്ടും നല്ലത് തന്നെയായിരുന്നു. ഞങ്ങൾക്ക് ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഹാഫ് പോർഷൻ വീതം കഴിച്ചിട്ട് ബാക്കി ഞങ്ങൾ പാഴ്സൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ പാർക്കിംഗ് സ്പേസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വന്ന് കഴിക്കാനുള്ള സ്പേസൊക്കെയാണ്. ഇത് പുറത്തേക്കുള്ള വ്യൂ ആണ്. സീറ്റ് ഇവിടെ നിന്ന് പുറത്തോട്ടുള്ള കാണാനായിട്ട് പറ്റും. അങ്ങനെ നെക്സസ് മാളിൻ്റെ അകത്തൊക്കെ പോയി പിന്നെ 1-2 ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു വരിക. അത്രയുള്ളായിരുന്നു പ്ലാന്. വേറെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ കോറമംഗലയിൽ ഫുഡ് കഴിക്കുക. അതിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തില്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മൾ ഇടദിവസമൊക്കെ പോയ വലിയ റെസ്റ്റോറൻ്റൊന്നും ഇല്ല. അവിടെ ആകെ ഉള്ളത് നമുക്ക് 1-2 റെസ്റ്റോറൻ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റായിട്ട് ചെന്നതുകൊണ്ട് ബാർബിക്യൂ ഒക്കെ ഉള്ള റെസ്റ്റോറൻറ്റ്സ് അത് അവിടുത്തെ ഫുഡ് അന്നേക്ക് അവർ ക്ലോസ് ചെയ്തിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഇപ്പുറത്തൊരു റെസ്റ്റോറൻറ്റ് കയറി. അവിടെ നിന്ന് നമ്മൾ കഴിച്ച് ശരിക്കും പറഞ്ഞാൽ ബിരിയാണി, അതോടൊപ്പം തന്നെ കേർഡ് റൈസാണ്. ഇത്രയും നല്ലൊരു കേർഡ് റൈസ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇത്ര ടേസ്റ്റായിരുന്നു. കേർഡ് വെച്ച് ഉണ്ടാക്കുന്നതാണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാൻ ബിരിയാണി കഴിച്ചിട്ട് കേർഡ് റൈസും കൂടെ കഴിച്ചു കുറച്ച്.
അപ്പോൾ അങ്ങനെയായിരുന്നു അന്നത്തെ ദിവസം. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. താങ്ക് യു.